സംഭവം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് കിടു പറയണമെന്ന് വിചാരിക്കണ്ട. സംഭവം കിടുവാണ്, നന്നായില്ലേ? ചേട്ടായിമാരെ, നമ്മുടെ ഒരു ചെറിയ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ സൺഡേ ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് നാരങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ നമ്മൾ അന്ന് നാരങ്ങാച്ചാർ നമ്മുടെ കൊടുത്തതെല്ലാം സക്സസ് ആണ്. എല്ലാവരും വീണ്ടും ഏട്ടാ നാരങ്ങാച്ചാർ അന്നത്തെ കഴിഞ്ഞോ ചോദിച്ചു വന്നായിരുന്നു. അപ്പോൾ എടാ ചെറുതെ നാരങ്ങാച്ചാർ ഇല്ലടാ കഴിഞ്ഞു, അപ്പോൾ വേറെ അച്ചാറുണ്ട് തെറ്റ വെച്ചപ്പോൾ അത് വേണ്ട നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല. ഇന്നലെ ഞായറാഴ്ച ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും നാരങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാക്കിങ് ഇതാണ്ട് ഈ കവറിലാക്കിയിട്ട് പാക്കിംഗ് എന്നാണ് ഇപ്പോൾ കിട്ടിയത്. രാവിലെ മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ കടയ്ക്ക് പോകുന്നതിൻ്റെ ഉള്ളിൽ മറ്റേ ലൊട്ടിലൊടുക്ക് പരിപാടിയാണ്. വേഗം ഒക്കെ നിറച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ നിറയ്ക്കാൻ പോകണം കേട്ടോ. പെട്ടെന്ന് അങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ വേണ്ട 2 ചമ്മിയതാണ്. ചമ്മിയത് നമുക്ക് റെഡിയാക്കാലോ? അല്ല പിന്നെ അതിന് ഷേപ്പേ മാറിയില്ല, ചന്തം പോയില്ലേ എന്നാണ് തുറക്കുന്നത്. ആടാ സംഭവം സെറ്റാണ്. ഇതാണ് നമ്മുടെ നാരങ്ങ അച്ചാറുകൾ. ബോട്ടിലേക്ക് വേഗം ആക്കിയാലാണ് നമുക്ക് ശരിയാവുള്ളേ. നമ്മൾ ഈ ഒരു ബോട്ടിൽ ചേട്ടായി വരെ 40 രൂപ കണക്കിലാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ കൂടുതലൊന്നുമില്ല, ഹോൾസെയിൽ വില. നമ്മളങ്ങനെ കൂടുതൽ ലാഭം കണക്കാക്കി വിൽപ്പനയൊന്നുമല്ല. സംഭവം നിറയ്ക്കണം, നമ്മൾ ഉണ്ടാക്കുന്നു ചെറിയൊരു തമാശ കളി. നമ്മൾ നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് ഇടും, അത് വേണ്ട. എന്താണെന്നറിയോ, നമ്മൾ നാരങ്ങാച്ചാർ ഉണ്ടാക്കി ഇട്ടതാണ് വീഡിയോ. അപ്പോൾ വെറുതെ നാരങ്ങാച്ചാർ ഉണ്ടാക്കിയിടുന്നത് ശരിയല്ല. ഇനി നമ്മൾ നെല്ലിക്ക ഇടാനുള്ള പരിപാടിയുണ്ട്, മീനിടാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ട് മാത്രം നമ്മൾ സമയത്തിനനുസരിച്ചുള്ള കലാപരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്മച്ചി ചീത്ത പറയണു, പെട്ടെന്ന് ഇത്തിരി പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നിറയ്ക്കട്ടെ എന്ന് പറയണം. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം വൈകിപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ അമ്മച്ചി ചീത്ത പറയും. സംഭവം പെട്ടെന്ന് നിറയ്ക്കട്ടെ. ഇനിയിപ്പോൾ പണിത്തിരക്കിനിടയിൽ ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മൾ. അപ്പോൾ പെട്ടെന്ന് നിറച്ചിട്ടേ സംഭവം നിറയ്ക്കുന്ന കാണുമ്പോൾ തന്നെ ഇല്ലേ വായിൽ കൂടെ വെള്ളം വരും. ടേസ്റ്റ് നോക്കിയിട്ടില്ലേ? ടേസ്റ്റ് നോക്കിയതാണ്, ടേസ്റ്റ് നോക്കിയിട്ടില്ലെന്നല്ല. അത് ഇന്നലെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. ബീഫായപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അച്ചാർ പ്രാവശ്യം എടുത്ത് കഴിച്ചതിൻ്റെ ഓർമ്മയില്ല എന്നാണ് അർത്ഥം. എന്താ വെച്ചാൽ ബീഫ് ഉണ്ടാകുമ്പോൾ പിന്നെ അച്ചാർ ആർക്കും വേണ്ട. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ നമ്മൾ കൂടുതലിഞ്ഞ് സമയം ഇതാവുന്നൊന്നുമില്ല, ഒഴിവാക്കട്ടെ. തിരിച്ചൊക്കെ മേത്തായിട്ടുണ്ട്. ഇതിനൊക്കെ തുടച്ചെടുക്കണം, ചമ്പത്തിലാക്കണം ഞാൻ. നമുക്ക് പെട്ടെന്ന് ആക്കുമ്പോൾ ഭയങ്കര പണി. ഇതിനൊക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യമായില്ലേ. ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് ഇപ്പോൾ സംഭവം അടിപൊളിയാണ് നമ്മുടെ അച്ചാറേ. വേണ്ട നോക്കിയേ, എന്തായാലും ടേസ്റ്റ് നോക്കട്ടെ. കാണിക്കും ഒന്ന് ടേസ്റ്റും കൂടി നോക്കട്ടെ. നമ്മൾ വലിയ വെച്ചില്ലെങ്കിൽ പോയിട്ട് സംഭവം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് കിടു പറയണമെന്ന് വിചാരിക്കണ്ട. സംഭവം കിടുവാണ്, നന്നായില്ലേ? കൂടുതൽ ചോറിന് കുറച്ച് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ പൊളിക്കും. അതിൽ യാതൊരു രക്ഷയില്ല. അല്ല, കൂടുതൽ ചോറെടുക്കുക, കുറച്ച് അച്ചാർ എടുക്കുക. ചോറ് ചക്കാന്ന് പോകുന്ന പറഞ്ഞാണ്.
അയ്യോ വായിലിട്ടത് വേസ്റ്റായി എന്നല്ല അപ്പോൾ വേണ്ടാത്തായി വീണ്ടും കഴിക്കാൻ തോന്നും. വായിലിട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ കാട്ടിക്കൂട്ടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി പോട്ടെ, ഇതൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടേ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാർ ഏകദേശം നമ്മൾ നിറച്ചിരിക്കുകയാണ് ചേട്ടാ. ഇവരെ സംഭവം സെറ്റായി. ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അരികിലും കാര്യങ്ങളും നല്ല മണമുണ്ട് കേട്ടോ. നല്ല കായത്തിൻ്റെ നല്ല മണമാണ്. അടിപൊളിയായിട്ടുണ്ട് സംഭവം. എനിക്ക് നമ്മുടെ രീതിക്ക് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിനെ വെച്ച് സെറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ആളുകളെല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും നല്ല അഭിപ്രായത്തോടും എല്ലാം മേടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിനും കൂടി നമുക്കൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടേ അല്ലേ ബെല്ല പോടാ പോ കുറച്ച് ചിക്കൻ പാർട്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ബെല്ലയ്ക്ക് മാത്രമല്ല നമുക്ക് എന്താ ബെല്ലയാണെങ്കിൽ പോടാ പോ ഈ കോഴിനെ ഓടിക്കല്ലേ, അവൻ കോഴിനെ ഓടിക്കാൻ പോവാം. നമ്മൾ ഏകദേശമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ തുടയ്ക്കണം. അപ്പോൾ സെറ്റാക്കിയിട്ട് വൃത്തിയാക്കി ഫ്രഷാക്കി വെക്കണേ. അപ്പോൾ അടുത്ത പണി നോക്കാം. അപ്പോൾ ബാക്കിയുള്ളതിനെ നമ്മുടെ ഈ പാത്രത്തിൽ നിറച്ച് വയ്ക്കാം. നമുക്ക് വീട്ടാവശ്യത്തിനെ ഒരിക്കപ്പോൾ ഒരു കലുവി ഉണ്ടാക്കി എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് കഴിക്കാൻ തോന്നിയത് ആശ വന്നത്. ലാസ്റ്റ് നോക്കുമ്പോൾ പെട്ടു. അപ്പോൾ അതേപോലെ വരാൻ പാടില്ല. ഇതിൽ ചോറിട്ട് കഴിക്കാണല്ലോ അവിടെ ഈ ഉരുളിയിൽ അങ്ങനെ അച്ചാറാവും. ഒരുപാടാവും. ഒഴിച്ചേക്കട്ടെ അല്ല അവിടെ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഈ ഉരുളി നമ്മളെടുത്തിട്ടേ കുറച്ച് വെള്ളം ഒഴിച്ചേക്കട്ടെ. എല്ലാം പോടാ.